കയറി വന്നതുപോലെ ഇന്ന് പകൽ ഇവിടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർ പുറത്തു വരത്തക്ക നിലയിൽ മണ്ണിട്ട് മൂടി ജീവിതങ്ങളെ തകർക്കുമട്ട് വാദിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് പകൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തില് നിർമാർജനം ചെയ്യപ്പെടട്ടെ. ശബ്ദമാണ് കർത്താവിന്റെ കൃപ ചലിക്കുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ഹല്ലേലൂയ. കരമുയർത്തി സന്തോഷത്തോടെ ഹല്ലേലൂയ. വിലപ്പെട്ട നല്ല പകൽ വിളക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ കിഷോർ പാസ്റ്റർ ഹൃദയത്തിൽ ദൈവം നൽകിയ ആത്മദർശനത്തിൻ്റെ സബലീകരണമായി നമുക്ക് ഒരുമിച്ച് ഇവിടെ കൂടിയിരിക്കുവാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ട്. പ്രിയ പാസ്റ്ററെ കാമെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. കൂടെ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർ, സഭാവിശ്വാസികൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എനിക്ക് മുന്നേ സംസാരിച്ച ക്രിസ്തുവിൽ വളരെ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നോഗപാസക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ആമേ അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ആമേ സ്തോത്രതുപോലെ ആത്മീയാരാധനയ്ക്ക് നേതൃത്വം നൽകുന്ന കർത്താവിൻ്റെ ദാസന്മാർ നമ്മുടെ മധ്യേ ഉണ്ടല്ലോ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഹല്ലേലൂയ. വായിച്ച വേദഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ 6000 വ്യക്തികളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. 2700ഓളം പേരുടെ പേരുകൾ ബൈബിളിലുണ്ട്. ബാക്കിയുള്ളവരുടെ പേരുകൾ ബൈബിളിലില്ല. എന്നാൽ ബൈബിൾ എടുത്ത് ഉദ്ധരിക്കുന്ന ശ്രേഷ്ഠന്മാരായ ഒരു 250ഓളം ആളുകളുണ്ട്. അതിൽ ആമേൻ സ്തോത്രം ഏറ്റവും ദൈവകൃപയുള്ള, ദൈവത്തെ പ്രസാദിപ്പിച്ച, ദൈവത്തിൻ്റെ സ്നേഹിതനെന്നറിയപ്പെട്ട ആമേ ഒരു ദൈവ മനുഷ്യനാണ് അബ്രഹാം. അബ്രഹാമിനെ കുറിച്ച് ദൈവം പറഞ്ഞ സാക്ഷിയോ, അബ്രഹാം ഈസ് മൈ ഫ്രണ്ട്. അബ്രഹാം എൻ്റെ സ്നേഹിതനാണ്. അണ്ടഘടാകങ്ങളെ സൃഷ്ടിച്ച ഭൂപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവായ മഹാദൈവം ഒരു സാധാരണ മനുഷ്യനെ നോക്കിച്ച് പറയുകയാണ്, ആമേ ഇവൻ എൻ്റെ സ്നേഹിതനാണ്. ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് എവിടെ ഇരിക്കുന്നു? ദൈവത്തിൻ്റെ സ്റ്റാറ്റസ് എവിടെ ഇരിക്കുന്നു? ആമേ അവിടുത്തെ കരത്താൽ നിർമ്മിതമായ ഒരു സാധാരണ സൃഷ്ടിയെ ആമേ സ്നേഹിതനെന്ന് പറയണമെങ്കിൽ അബ്രഹാമിനകത്ത് കണ്ട ദൈവത്തിൻ്റെ ആമേ സ്തോത്രം ആട്രിബ്യൂട്ട്സ്, സ്വഭാവ സവിശേഷതകളാണ് സർവശക്തനായ ദൈവത്തെ അങ്ങനെ ചൊല്ലുമാറാക്കിയത്. ഒരു സ്തോത്രം ചെയ്യാം. ആമേൻ സ്തോത്രം. 15:6 അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ഹല്ലേലൂയ. കണക്കിടുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ വചനം ചിന്തിക്കുന്നത്. കണക്കിടുന്ന ദൈവം നാം ചെയ്യുന്ന സകല കാര്യാദികളെയും കണ്ട് ആമെ കേട്ട് മറഞ്ഞു പോകുന്ന ഒരു ദൈവമല്ല. ആമെ മറന്നു പോകുന്ന ദൈവവുമല്ല. ആമെ സകലത്തെയും കണ്ട് ആമെ അത് ഗ്രഹിച്ച് ആമെ അത് ഉൾക്കൊണ്ട് ആമെ സ്തോത്ര അതിൻ്റെ ആമെ പ്രതിഫലം തരുന്ന കണക്കിടുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ഒരു ഹല്ലേലൂയ പറയാമോ? ആമേൻ സ്തോത്രം. ദൈവത്തിന് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, കർത്താവിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ സകലവും ദൈവത്തിന്റെ സന്നിധിയിൽ കണക്കിലുണ്ട്. ദൈവത്തിന്റെ അക്കൗണ്ടിനകത്തുണ്ട്. ദൈവത്തിന്റെ കണ്ണുകൾക്കത് മറവല്ല. ഇന്ന് പകൽ ഈ കൂട്ടായ്മയിൽ വന്നിരുന്ന് സ്തോത്രം ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിന് പോലും ആമേ ദൈവം കണക്കിടുന്ന ദൈവമാണ്. ഒരുപക്ഷെ ജോലി മാറ്റിവെച്ചേച്ച് ആമേ സ്കൂൾ പഠനം മാറ്റിവെച്ചിട്ട് ഇന്ന് പകൽ ഈ ശബ്ദം കേൾക്കുന്നവർ ഈ കൂട്ടത്തിൽ കാണാം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ദൈവത്തിന്റെ നാമനിമിത്തം ചെയ്യുന്ന സകല കാര്യങ്ങളെയും മറന്നു കളയാതെ അത് കണക്കിടുന്ന ഒരു സത്യ ദൈവമാ ഇന്ന് പകൽ നമ്മുടെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അബ്രഹാമിന്റെ വിശ്വാസത്തെ ദൈവം കണക്കിട്ടു. എബ്രായർക്ക് ലേഖനം 11-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയപ്പെടാതെ ആമേ സ്തോത്രം പുറപ്പെടുകയാണ്. അബ്രഹാമിന്റെ വിശ്വാസത്തെയാണ് ദൈവം കണക്കിട്ടത്. അബ്രഹാമിന്റെ മുമ്പിൽ ആമേ സ്തോത്രം ദൈവത്തെ പരിചയപ്പെടുത്തിയവരുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അബ്രഹാമിന് അറിയാമെന്നുള്ള ദൈവമെല്ലാം മെസപ്പൊട്ടോമിയൻ ദൈവങ്ങളാണ്. അബ്രഹാമിന്റെ പിതാവ് തേരഹ് ദൈവങ്ങളെ ഉണ്ടാക്കി കച്ചവടം ചെയ്യുന്ന വ്യക്തിയായിരുന്നു എന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. ആമേ അങ്ങനെ
പ്രകൃതിയിൽ ഒരുപാട് ദൈവങ്ങളെ കുറിച്ച് കേട്ടിട്ടുള്ള അറിഞ്ഞിട്ടുള്ള അബ്രഹാമിന് ആമേൻ സ്തോത്രം യഹോവയായ ദൈവത്തെ കുറിച്ചോ യാതൊന്നും താൻ കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല, ആരും പരിചയപ്പെടുത്തിയിട്ടുമില്ല. ഒരു സ്തോത്രം ചെയ്യാം. എങ്കിലും ദൈവത്തിന്റെ ശബ്ദം കേട്ട അബ്രഹാം ദൈവത്തിൽ വിശ്വസിക്കുകയാണ്. കണ്ണിലൊന്നും കാണാനില്ലാതിരിക്കെ, മുൻ ഹിസ്റ്ററികളൊന്നും ഇല്ലാതിരിക്കെ, ആർക്കും അനുഭവങ്ങളൊന്നും പങ്കിടാൻ ഇല്ലാതിരിക്കെ, ആമേ ദൈവത്തിന്റെ ശബ്ദം കേട്ട അബ്രഹാം തന്റെ 75-ാമത്തെ വയസ്സിൽ താൻ ദൈവത്തിൽ വിശ്വസിക്കാനിടയായി. ഒരു സ്തോത്രം ചെയ്യാമോ? ഈ ഭൂമിയിൽ ആമേൻ ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന ഏറ്റവും വലിയ പ്രവൃത്തിയാണ് ആ ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളത്. ദൈവത്തിൽ വിശ്വസിക്കാത്തതാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ പാപം. ഹല്ലേലൂയ. 3 നിലയിൽ ദൈവത്തെ വിശ്വസിക്കാൻ കഴിയും. 1, അന്ധമായി വിശ്വസിക്കാൻ കഴിയും. 2, ആമേൻ സ്തോത്ര അറിവിൽ വിശ്വസിക്കാൻ കഴിയും. 3, ജീവിതത്തിൽ അനുഭവിച്ച് വിശ്വസിക്കാൻ കഴിയും. ആമേ ഒന്നാമതായി അന്ധമായിട്ടുള്ള വിശ്വാസമാണ്. ആമേ യാതൊന്നും അറിയില്ല. ആമേ സ്തോത്രം എന്തോ കണ്ടു കേട്ടു, അതിനാൽ അതിൽ അങ്ങ് കയറി വിശ്വസിക്കുകയാണ്. ശരിയോ തെറ്റോ എന്ന് അറിയില്ല, ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററികളൊന്നും അറിയില്ലെങ്കിലും വിശ്വസിക്കുന്നു. എന്നാൽ രണ്ടാമത്തെ വിശ്വാസമോ അറിഞ്ഞുള്ള വിശ്വാസം, പഠനങ്ങളുടെ മേൽ ആമേ പല തരത്തിലുള്ള അറിവുകൾ ലഭിച്ചതിലൂടെ അറിവിൽ ചവിട്ടി നിന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസം. എന്നാൽ മൂന്നാമത്തെ വിശ്വാസം അങ്ങനെയല്ല, അറിഞ്ഞത് ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള വിശ്വാസമാണ്. കുന്തമെടുത്ത് നെഞ്ചത്ത് കുത്തിയിറക്കാൻ നിന്നപ്പോ, കഴുത്തിന് നേരെ വാളുവെച്ചപ്പോൾ, പണ്ട് രക്തസാക്ഷികളായി മരിച്ച നമ്മുടെ പിതാക്കന്മാർ അവരുടെ കാലുറച്ചു നിന്ന് അല്പം പോലും അവരുടെ ശബ്ദമിടറാതെ യേശുവിന് വേണ്ടി മരിക്കാൻ അവർ തയ്യാറാകാൻ കാരണം അവർ അനുഭവിച്ച് വിശ്വസിച്ചവരാണ്. പോളികാർപ്പ് എന്ന ആമേൻ സ്തോത്ര സ്മരണ സഭയിലെ പാസ്റ്ററെ 88 വയസ്സ് പ്രായം, ഒറ്റ തടിയിൽ തന്റെ കൈ രണ്ടും പുറകെ കെട്ടി നിർത്തി, ചുറ്റിലും വിറക് കഷണം അടുക്കി വെച്ച് ഒലിവ് എണ്ണ ഒഴിച്ച് അതിനകത്ത് തീ കൊളുത്തുന്നതിന് മുന്നേ ആമേൻ റോമൻ കമാൻഡർ ചോദിച്ചു, ഈ യേശുവിനെ തിരസ്കരിക്കാൻ നീ തയ്യാറായാൽ നിനക്ക് ഇവിടെ നിന്ന് വിടുതൽ പ്രാപിക്കാം. പ്രൈസ് ദി ലോർഡ്. പോളികാർപ്പ് പറഞ്ഞത് ഇങ്ങനെയാണ്, ആമേൻ last 88 years he has done no harm unto me, how I will deny him. കഴിഞ്ഞ 88 കൊല്ലങ്ങൾ ഒരു ദോഷവും എന്റെ ജീവിതത്തിൽ ചെയ്യാത്ത ഈ മഹാ ദൈവത്തെ ഞാൻ എങ്ങനെ തിരസ്കരിക്കൂ, ഞാൻ എങ്ങനെ ത്യജിക്കൂ? കഴിഞ്ഞ 88 കൊല്ലം അവ എന്റെ ജീവിതത്തിൽ നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അനുഭവിച്ച് വിശ്വസിച്ചവരെ ആമേൻ സ്തോത്രം ആർക്കും മാറ്റാനേ കഴിയത്തില്ല. ഇന്ന് പകൽ ഇതിനകത്ത് നിങ്ങളുടെ എൻ്റെ വിശ്വാസവും ദൈവത്തെ ജീവിതത്തിൽ അനുഭവിച്ചതായിരിക്കണം, അല്ലെ? പലരുടെ അനുഭവം അങ്ങനെയാണ്. രോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചു, മരണത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു, വെന്റിലേറ്ററിൽ നിന്ന് ആമേൻ സ്തോത്രം വിടുവിക്കപ്പെട്ടു, മാരകമായ ചില അപകടങ്ങൾ, ചില പ്രതിസന്ധികളിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. ഇങ്ങനെ വ്യത്യസ്തമായ പല സാഹചര്യങ്ങളിൽ നിന്നും അവിടുത്തെ വലക്കരം നമ്മെ പിടിച്ച് ഇന്ന് 2 കാലിൽ ചവിട്ടി ഭൂമിയിൽ നിലത്ത് നിർത്തിയിരിക്കുകയാണ്. ഈ ദൈവം എത്ര വലിയ ദൈവം! ഈ ദൈവം എത്ര ശ്രേഷ്ഠനായ ദൈവം! ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. അതുകൊണ്ട് തന്നെ ഈ ദൈവത്തിൽ നമ്മൾ വിശ്വസിച്ചിരിക്കുകയാണ്. അബ്രഹാം വിശ്വസിച്ചത് എങ്ങനെയായിരുന്നു, എന്തിനായിരുന്നു? ബൈബിളിലേക്ക് തിരിഞ്ഞാൽ വായിച്ച വാക്യത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയും. അബ്രഹാമിന്റെ വിശ്വാസം എന്ന് പറയുന്നത് പ്രതീക്ഷയില്ലാത്ത ഇടത്തും അബ്രഹാം വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുമില്ലാത്ത സ്ഥലത്ത് അബ്രഹാം വിശ്വസിച്ചു. റോമർക്ക് എഴുതിയ ലേഖനം അതിന്റെ 4-ാം അധ്യായം 18 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങളെ വായിച്ചാൽ ഞെട്ടിപ്പിക്കുന്ന ചില പദപ്രയോഗങ്ങൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് വായിച്ചു കേൾപ്പിക്കാമോ ശബ്ദമുയർത്തി ഒരാൾക്ക്? റോമർ 4:18 മുതൽ.
അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. വായിച്ചാട്ടെ. 100 വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറായിയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും വായിച്ചോളൂ, വിശ്വാസത്തിൽ. ആമേൻ. ഒരു സ്തോത്രം ചെയ്യാമോ? അബ്രഹാമിന്റെ വിശ്വാസം എങ്ങനെയുള്ളതെന്ന് മനസ്സിലായോ? 75-ാമത്തെ വയസ്സിൽ ദൈവശബ്ദം കേട്ട് പുറപ്പെട്ട വ്യക്തിയാണ് അബ്രഹാം. ഒരു പകൽ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം തമ്പുരാൻ അബ്രഹാമിനോട് ചോദിച്ചു, എന്താ അബ്രഹാമേ? അബ്രഹാം പറഞ്ഞു, ദൈവമേ, എനിക്ക് തലമുറയില്ല, എനിക്ക് മക്കളില്ല. എല്ലാവർക്കും മക്കളുണ്ട്, കൂടപ്പിറപ്പുകൾക്കും കുടുംബക്കാർക്കും ഒക്കെ മക്കളുണ്ട്, പക്ഷെങ്കിൽ എനിക്ക് മക്കളില്ല. അബ്രഹാമിനെ ദൈവം അന്ന് സന്ധ്യയ്ക്ക് വലം കരത്തി പിടിച്ച് കൂടാരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നേച്ച് ആകാശത്തിലേക്ക് നോക്കാൻ പറഞ്ഞു. ആമേ നക്ഷത്രങ്ങളെ താൻ കണ്ടു. ആമേ എണ്ണാൻ പറഞ്ഞു. താൻ എണ്ണാൻ തുടങ്ങി. പക്ഷെങ്കിൽ എണ്ണി തിട്ടപ്പെടുത്തുന്നതിന് മുന്നേ തനിക്ക് കണക്ക് തെറ്റി. ആമേ അബ്രഹാം പറഞ്ഞു, ലോർഡ്, ഇറ്റ്സ് ഇംപോസിബിൾ, പറ്റത്തില്ല, എണ്ണാൻ പറ്റത്തില്ല. ദൈവം പറഞ്ഞു, ഈ നക്ഷത്രങ്ങളെ പോലെ ഞാൻ നിനക്ക് തലമുറകളെ തരും. മുഖത്തൽപ്പ പുഞ്ചിരി ഉണ്ടായെങ്കിലും ഹൃദയത്തിൽ ധൈര്യം അത്രമാത്രം കൂടിയില്ല എന്ന് മനസ്സിലായപ്പോൾ അബ്രഹാമിനെ തമ്പുരാൻ കയ്യെ പിടിച്ച് സമുദ്രത്തിന്റെ തീരത്തിലേക്ക് കൊണ്ടുപോയി. ആമേൻ. സമുദ്ര തീരത്തെ മണലിനെ എണ്ണാൻ പറഞ്ഞു. അബ്രഹാമിനെ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിഞ്ഞില്ല. അപ്പോഴത്തേനും ദൈവം പറഞ്ഞു, ഈ സമുദ്ര തീരത്തെ മണല് പോലെ നിന്റെ തലമുറകളെ ഞാൻ വർദ്ധിപ്പിക്കും. സമുദ്ര തീരത്തിലെ മണലാരണ്യം പോലെ ലോകം മുഴുവനും നിന്റെ തലമുറകൾ നിറയുന്നൊരു കാലം വരുമെന്ന് അബ്രഹാമിനോട് 75-ാം വയസ്സിൽ പറഞ്ഞ വാക്ക് നിവർത്തിയായത് 100-ാമത്തെ വയസ്സിലായിരുന്നു. ഒരു സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ നേരിട്ടുള്ള ശബ്ദം കേട്ടിട്ടും ആ പ്രവചനം നിവർത്തിയാകാൻ 25 കൊല്ലം അബ്രഹാം കാത്തിരിക്കേണ്ടി വന്നു. ഒരു സ്തോത്രം ചെയ്യാം. ചില സമയങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചാലും ചില മറുപടികൾ സമയം വൈകും. കാരണം പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകുന്നത് 3 വിധത്തിലാണ്. നമ്പർ 1, പ്രാർത്ഥിച്ച ഉടനെ ദൈവം പറയും യെസ്. ഏലിയാവ് പ്രാർത്ഥിച്ചു, ദൈവം പറഞ്ഞു യെസ്, സ്വർഗത്തിൽ നിന്ന് യാക്കോബീഠത്തിൽ തീയിറങ്ങി. 2, പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറയും നോ. ആമേൻ. സ്തോത്രം. യോന പറഞ്ഞു, തമ്പുരാനെ, ഈ അത്യുഷ്ണം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, മരിക്കുന്നതാണ് എനിക്ക് നല്ലത്. ഏലിയാവ് പറഞ്ഞു, എന്റെ പിതാക്കന്മാരെക്കാളും ഞാൻ നല്ലവനല്ല, എന്റെ ജീവനെ എടുക്കണേ. ദൈവം പറഞ്ഞു നോ. ഒരു സ്തോത്രം ചെയ്യാമോ? അപ്പൊ ചില പ്രാർത്ഥനകൾക്ക് ഉടനെ മറുപടി, ചില പ്രാർത്ഥനകൾക്ക് മറുപടി ഇല്ല. ഒരു സ്തോത്രം ചെയ്യാം. മരിച്ചെങ്കിൽ കൊള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞവർ ഈ കൂട്ടത്തിലുണ്ട്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. പക്ഷെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തത് നീ ജീവിച്ചിരുന്ന് ദൈവത്തിന്റെ പ്രവർത്തികളെ വർണ്ണിക്കേണ്ടതായിട്ടുണ്ട്. 3, പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറയും വെയിറ്റ്, അല്പം എന്ത് ചെയ്യുക, കാത്തിരിക്കുക. പൊട്ടിക്കരച്ചല, ആമൻ, നെഞ്ചിടിച്ച് കരച്ചല. ഏറ്റവും സ്നേഹിക്കുന്ന ഓമനപുത്രൻ എന്തിനെന്നറിയണ്ടേ? നമ്മുടെ കയ്യേലിരിക്കുന്ന ആ കുപ്പി ഗ്ലാസ് വാങ്ങാൻ വേണ്ടിയാണ്. അതിന്റെ പൂക്കളൊക്കെ കണ്ടപ്പോ കൊച്ചിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര കരച്ചില. മമ്മി പറഞ്ഞു തരാൻ പറ്റത്തില്ല, താഴെ വീണ് പൊട്ടിപ്പോവും. ഇത് ഉപയോഗിക്കാനുള്ള ആമേൻ സ്തോത്രം പക്വത ഈ കൊച്ചിന് വന്നിട്ടില്ലെന്ന് മനസ്സിലായ അമ്മ എത്ര കരഞ്ഞിട്ടും ആ കുപ്പി ഗ്ലാസ് എന്ത് ചെയ്തില്ല, കൊടുത്തില്ല. വെയിറ്റ് ചെയ്യുകയാണ്. ഒരു സ്തോത്രം ചെയ്യാം. ഇപ്പോ 1.5 വയസ്സേ ആയിട്ടുള്ളൂ, ഒരു 3-4 വയസ്സാകട്ടെ, വെയിറ്റ് ചെയ്യുകയാണ്. ഇത് ഉപയോഗിക്കാനുള്ള പക്വത വരാൻ വേണ്ടിയാണ്. ചില കാര്യങ്ങൾക്ക് മറുപടി കിട്ടാത്ത കാര്യം എന്തെന്ന് മനസ്സിലായോ? അത് നിങ്ങളുടെ ജീവിതത്തിൽ എത്തപ്പെടുമ്പോൾ ദൈവത്തിന്റെ സന്നദ്ധിയിൽ നിൽക്കാനുള്ള ആ വിഷയവുമായിട്ടുള്ള ബന്ധത്തിൽ തന്നെ ദൈവത്തെ സേവിക്കാനുള്ള മെച്ചൂരിറ്റി വരാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. പലവട്ടം പ്രാർത്ഥിച്ചു, ഒത്തിരി പ്രാവശ്യം പ്രാർത്ഥിച്ചു, ഒത്തിരി വെള്ളമൊക്കെ പ്രാർത്ഥിച്ച് കുടിച്ചു. പാസ്റ്റർ തന്നെ തലേ കഴിച്ച് കുറെ പ്രാവശ്യം പ്രാർത്ഥിച്ചു കാണും. എന്നിട്ടും ഒരു മറുപടിയും ഇല്ല. ആമേ. ഉത്തരം ഇത്രയേ ഉള്ളൂ,
അല്പകാലം കൂടെ കാത്തിരിക്കാൻ ദൈവം ആവശ്യപ്പെടുകയാണ്. നീ വളർന്നിട്ടില്ല ഇത് ഉപയോഗിക്കാൻ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അതുപോലെ അബ്രഹാമും കാത്തിരിക്കുകയാണ് 25 years. 75 മക്കൾ കൊടുക്കാന്ന് പറഞ്ഞു. 25 വർഷം. ഇന്നത്തെ അബ്രഹാം ആരാണെങ്കിൽ കാത്തിരിക്കുമോ? പ്രവചനം പറഞ്ഞ് പിറ്റേ വർഷം മുതലേ തന്നെ ആമേൻ, സ്തോത്രം, എന്തേലും സംഭവിക്കുമെന്ന് നോക്കും. ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് മുറുമുറുക്കാൻ തുടങ്ങും. ഇത് ദൈവം പറഞ്ഞതല്ല, ദൈവശബ്ദമല്ല. നന്നായി കേൾക്കണേ, ദൈവത്തിന്റെ ബെസ്റ്റ് ടൈമിൽ എല്ലാം സംഭവിക്കും. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ ഉദരത്തിൽ ഒരു തലമുറയില്ലാത്തൊരു വ്യക്തിയാണ് താങ്കളെങ്കിൽ വായ്ത്തത്വം ഇഷ്ടം പോലെ കേട്ടു. പന്തലിനകത്തോ പുറത്തോ ഓൺലൈനിലോ കേൾക്കുകയാകാം. പരിശുദ്ധാത്മാവ് ഈ രാത്രി പറയുന്നു, ഈ പകൽ പറയുന്നു, നന്നായി കേൾക്കണോ. ദൈവത്തിന് തെറ്റ് പറ്റത്തില്ല. ദൈവത്തിന്റെ സമയത്തിനായി നീ ക്ഷമയോടെ കാത്തിരിക്കണം. അത് തലമുറയുടെ വിഷയമാകട്ടെ, വീട് പണിയാകട്ടെ, കൊച്ചിന്റെ വിദ്യാഭ്യാസമാകട്ടെ, നിന്റെ ജീവിത മണ്ഡലത്തിലെ ഏത് വിഷയവുമാകട്ടെ, ദൈവത്തിന്റെ സമയത്തിനായി കാത്തിരിക്കണം. അബ്രഹാം 25 കൊല്ലം കാത്തിരുന്നു. ഹല്ലേലൂയ. ആശയ്ക്ക് വിരോധമായി ആശയോടെ ദൈവത്തിൽ വിശ്വസിച്ചു. ഹല്ലേലൂയ. ഈ ദൈവം എന്റെ ദൈവം. ഈ ദൈവത്തിൽ വിശ്വസിച്ച ആരും ഇന്നേ വരെ ലജ്ജിച്ചു പോയിട്ടില്ല. ഹല്ലേലൂയ. കർത്തரை നമ്പിനവർകൾ വെட்கപ്പെട്ടു പോനതില്ലേ. ഒരു ഹല്ലേലൂയ പറയാമോ? ആമേ. 100ാമത്തെ വയസ്സിൽ അബ്രഹാമിന്റെ സ്ഥിതി ഒന്ന് നോക്കണേ. തന്റെ ശരീരത്തിൻ്റെതായ ആമേ, സ്തോത്രം, ആമേ, ശക്തിക്കുറവ്, പ്രായത്തിൻ്റെതായ പ്രശ്നം, തന്റെ ഭാര്യയുടെ ഗർഭപാത്രം ഒരു കുഞ്ഞിനെ താങ്ങാൻ സയന്റിഫിക്കലായിട്ട് ഒരിക്കലും ആമേ, സ്തോത്രം, പക്വതയുള്ള ഒരു ഗർഭപാത്രമല്ല. അതിന്റെ മസലുകൾ വീക്കായി, അതിൽ ബ്ലഡ് സർക്കുലേഷന്റെ ആമേ, സ്തോത്രം, ആമേ, അളവ് കുറഞ്ഞ്, ആമേ, അതിൻ്റെതായ ഊർജ്ജസ്വരത, അതിന്റെ ശക്തി, ഒരു കുഞ്ഞകത്ത് ഉത്ഭവിച്ചാൽ അതിനെ ചുമക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ട ചുളുങ്ങിപ്പോയ ഒരു ഗർഭപാത്രമാണ് സാറയുടേതെന്ന് അബ്രഹാം അറിഞ്ഞിരുന്നു. ഒരു സ്തോത്രം ചെയ്യാമോ? സാഹചര്യങ്ങളെല്ലാം ഓപ്പോസിറ്റ് ആയിരിക്കുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ അതിന്റെ പേരാണ് വിശ്വാസം. അല്ലെ? സാഹചര്യം എല്ലാം അനുകൂലമായിരുന്നേച്ച് വിശ്വസിച്ചിട്ട് കാര്യമില്ല. ആമേ. 2 ലക്ഷം രൂപ വേണം. വേണ്ടപ്പെട്ട ഒരാളിനോട് ചോദിച്ചു, തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ ദൈവസന്നിധി പ്രാർത്ഥിക്കുകയാണ്, വിശ്വസിക്കുകയാണ്, കർത്താവ് തരുമെന്നറിയാം. ആരിൽ കൂടെ തരും? ഹല്ലേലൂയ. ഓൾറെഡി ചോദിച്ചൊരാളിനെ വെച്ചിട്ടുണ്ട്. ഏതോ അഞ്ചു കുഞ്ചു അല്ലേ, ഏതോ ഒരുത്തിയോടെ സംസാരിച്ച് റെഡിയാക്കി വെച്ചിട്ട് ആമേ പ്രാർത്ഥിക്കുകയാണ്, വിശ്വസിക്കുകയാണ്, കാശ് കിട്ടുമെന്ന്. അത് പ്രയോജനമില്ല. ഒരു സ്തോത്രം ചെയ്യാം. സാധ്യതകളെല്ലാം അടയ്ക്കപ്പെടുമ്പോൾ, സാഹചര്യങ്ങളെല്ലാം എതിരാകുമ്പോൾ, വാതിലുകളെല്ലാം അടയ്ക്കപ്പെടുമ്പോൾ ഒരു നിലയിലും ഒരു വാതിൽ തുറക്കപ്പെടത്തില്ലെന്ന് ചിന്തിക്കുന്ന സ്ഥലത്ത് ഈ ദൈവത്തിൽ വിശ്വസിക്കാൻ വാത്സല്യ സഹോദര, വാത്സല്യ സഹോദരി, വാത്സല്യ കുഞ്ഞെ, നീ തയ്യാറായാൽ അതിനെയാണ് ദൈവം പ്രസാദിക്കുന്നത്. ഒരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. എന്റെ സഭയിലെ ഒരു വിശ്വാസി ആമേ, സ്തോത്ര, അദ്ദേഹത്തിന്റെ കുഞ്ഞ് പ്രസവിച്ച് ആമേ മാസങ്ങൾ കഴിഞ്ഞില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊച്ചിന്റെ ശരീരത്തിൽ മരുന്ന് കയറുന്നില്ല. ആമേ, ശരീരമെല്ലാം ഇങ്ങനെ വീർത്ത് പെരുവിയിരിക്കുകയാണ്. ഭയങ്കര സ്നേഹമാണ് കൊച്ചിനോട്. വൈഭാഗത്താണ്, ഈ മനുഷ്യൻ പുറത്താണ്. അല്പപ്രായമുള്ള മനുഷ്യനാണ്. പ്രായമായ ശേഷം കിട്ടിയ കുഞ്ഞാണ്. ആമേ, സ്തോത്രം. ഡോക്ടർ വന്ന് പറഞ്ഞു, നോ കോപ്പ്, ഒരു പ്രതീക്ഷയും ഇല്ല. ശരീരമെല്ലാം നന്നായി നീരടിച്ചിരിക്കുന്നു, മരുന്നിനോട് പ്രതികരിക്കുന്നില്ല, അതുകൊണ്ട് പ്രതീക്ഷയില്ല. ആമേ, ഡോക്ടർ പറഞ്ഞങ്ങ് പോകാനും ഈ മനുഷ്യൻ ആ മെഡിക്കൽ കോളേജ് SIT ഹോസ്പിറ്റലിൻ്റെ ആ ചുമരിന് പുറത്ത്
മുട്ടിന്മേൽ നിന്ന് ചെമരോട് രണ്ട് കൈയും ചേർത്ത് പിടിച്ചുകൊണ്ട് അതുവഴിക്ക് ധാരാളം ആളുകൾ ഒഴുകിപ്പോകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ആളുകൾ പോകുകയും വരികയും ചെയ്യുന്നുണ്ട്. അതൊന്നും നോക്കാതെ രണ്ട് കൈയും ചുമരിൽ പിടിച്ചുകൊണ്ട് താനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കയ്യിലൊരു ഫോണ് പോലും ഉണ്ടായിരുന്നില്ല ഞങ്ങളെ വിളിച്ചു പറയാൻ. ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ പ്രായത്തിൽ ദൈവം എൻ്റെ ഭാര്യയെ കൊണ്ട് ഒരു കുഞ്ഞിനെ പ്രസവിപ്പിച്ചെങ്കിൽ ഇതൊരിക്കലും സാധ്യമെന്ന് ഞാൻ ചിന്തിച്ചില്ല. ഇത് ദൈവത്താൽ സംഭവിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡോക്ടർമാരെക്കാളും മരുന്നിനെക്കാളും ചികിത്സയെക്കാളും ജീവൻ കൊടുക്കുന്ന, ജീവൻ എടുക്കുന്ന ദൈവം അങ്ങാണെന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് ദൈവമേ, എന്റെ കുഞ്ഞിന്റെ മേൽ അവിടുത്തെ ജീവൻ ഇറങ്ങി വരട്ടെ. രണ്ട് കണ്ണും കണ്ണുനീര് നിറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്തോത്ര ആളുകളൊക്കെ നോക്കി അദ്ദേഹത്തിന്റെ അവസ്ഥ നോക്കി സങ്കടപ്പെട്ടു പോയി. ഏതോ ഒരു പാവം മനുഷ്യൻ, നിഷ്കളങ്കൻ, ഈ നിലയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ചിലര് പരിഹസിച്ചു, ചിലര് പശ്ചാത്തപിച്ചു ഒക്കെ നോക്കിക്കൊണ്ടുപോയി. എന്നാൽ സംഭവിച്ചത് കേൾക്കണം. 20 മിനിറ്റ് കഴിഞ്ഞപ്പോ ഏത് ഡോക്ടർ മരുന്നിറങ്ങുന്നില്ല, നോ കോപ്പ് എന്ന് പറഞ്ഞു. അതേ ഡോക്ടർ പുറത്തു വന്നിട്ട് ഈ മനുഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞിന്റെ ശരീരം മരുന്നിനോട് പ്രതികരിച്ച് തുടങ്ങിയിരിക്കുന്നു, കണ്ണ് തുറന്നിരിക്കുന്നു, കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് നോർമലായിട്ടുണ്ട്, BP നോർമലായിട്ടുണ്ട്, ഇനി നിങ്ങളുടെ കുഞ്ഞ് മരിക്കില്ല. എല്ലാ സാഹചര്യവും എതിരായിരിക്കുമ്പോഴും അബ്രഹാമിനെ പോലെ വിശ്വസിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖം സ്തോത്രം കുനിക്കാൻ, ലജ്ജിക്കാൻ ഞാൻ പ്രസംഗിക്കുന്ന കർത്താവ് ഒരിക്കലും അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. അബ്രഹാമിന്റെ വിശ്വാസം എത്ര വലിയതെന്ന് നോക്കണേ. ഭാര്യയുടെ സകലവിധ സാഹചര്യങ്ങളും എതിരായിരുന്നിട്ടും തന്റെ വിശ്വാസത്തിന് കുറവ് സംഭവിക്കാതെ, ഒരു നാച്ചുറൽ ഫെയ്ത്ത് അല്ല തന്റെ അകത്ത് ക്രിയ ചെയ്തത്, പ്രകൃതിത്വമായിട്ടുള്ള ഒരു വിശ്വാസമല്ല, അമാനുഷികമായ, ദൈവീകമായ, സ്വർഗീയമായ, മാൻ മെയ്ഡ് അല്ലാത്ത എ ഗിഫ്റ്റഡ് ഫെയ്ത്ത്, ദൈവം ദാനം നൽകിയ വിശ്വാസം. ഒരു സ്തോത്രം ചെയ്യാമോ? ദൈവത്തിന്റെ ദാനമായ വിശ്വാസം. ഇന്ന് രാത്രി എത്ര പേർ ഈ പകൽ പ്രാർത്ഥിക്കും, കർത്താവേ, എനിക്കൊരു ഗിഫ്റ്റഡ് ഫെയ്ത്ത് വേണം. ഹല്ലേലൂയ. ദൈവം ദാനമായി തരുന്ന ഒരു വിശ്വാസം